ഫ്രണ്ട്സ്, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഏതൊക്കെ പച്ചക്കറിയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളത് അതെല്ലാം എടുത്തിട്ട് ഒരു ഉപ്പുമാവ് അങ്ങ് തയ്യാറാക്കിയാലോ. ഉപ്പുമാവിൻ്റെ കളർ വ്യത്യാസമാകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുവന്നേ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനകത്ത് എടുത്തേക്കുന്ന കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ കുറച്ച് ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയാണ് കേട്ടോ. ഞാൻ പച്ചമുളക് എടുക്കാത്തതിന് കാരണം പച്ചമുളകിൻ്റെ റീസൺ പറഞ്ഞിട്ട് അവർ കഴിക്കാതിരിക്കേണ്ടെന്ന് കരുതിയിട്ട് കേട്ടോ. അത് മോക്കൂടെ കൊടുക്കുന്നതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാൻ ചീനിച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിന് കടുക് വറുത്തെടുത്ത് കേട്ടോ. ഈ കടുവൊക്കെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നിറയെ കടുക് വേണം, എനിക്കാണെങ്കിൽ അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കടുക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി എടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ളത് അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കട്ടെ. കുഞ്ഞുള്ളി ആണെങ്കിൽ അതാ കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ ഞാൻ സവാള, എനിക്ക് എളുപ്പത്തിന് ഞാൻ സവാള കുറച്ച് അരിഞ്ഞെടുത്തതേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് വേവാനുള്ള പച്ചക്കറിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേവിച്ചെടുക്കണ്ട, കാരണം കുറച്ച് കടിക്കാൻ കിട്ടുന്നത് നല്ലത് തന്നെ കേട്ടോ. ഒരുപാട് വേവിച്ചെടുക്കാതെ ഒരു പാതി വേവിനെ നമുക്ക് എടുക്കാം. അപ്പം നല്ലപോലെ ആ പച്ചക്കറി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ പീസും അതുപോലെ ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ കടൽപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ബീട്രൂട്ടും ക്യാരറ്റും മാത്രമേ എടുത്തുള്ളൂ എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച് നല്ലപോലെ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറിവേപ്പില എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണല്ലോ. അപ്പോൾ ഞാനതൊന്ന് വേണ്ടി വന്നപ്പം അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഉപ്പുമാവിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, ഒന്നാമത് പ്രത്യേകിച്ച് റവയാകുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കൂടുതലായി പോകരുത് കുറവായി പോകരുത് കേട്ടോ. പിന്നെ അതിനകത്തോട്ട് അത്യാവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവർ ഉപ്പ് ഞാൻ ഇടാറില്ല കേട്ടോ, ചെറിയൊരു ഉപ്പ് ഇടാറുള്ളൂ, കാരണം പഴം കൂട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് റവ ചേർത്ത് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ റവ ഇടുമ്പോൾ. അപ്പോൾ ആണെങ്കിൽ ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഏട്ടൻ എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാനപ്പം നല്ലപോലെ ആ വെള്ളത്തിന് ആവശ്യമുള്ള റബ്ബർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മിക്സിങ്ങിനകത്താണ് ഗൈസ് കാര്യം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. ഒന്ന് ആ ചെറിയ തീക്കകത്തിട്ട് ആ റവ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിനകത്ത് വേവുമെങ്കിലും കുറച്ചുകൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിരിക്കും കേട്ടോ. നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടി സഹായിക്കും. ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏട്ടനാണെങ്കിൽ ഒരുപാട് തേങ്ങ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് തേങ്ങ ഞാൻ ഇടുന്നുള്ളൂ. പക്ഷെ എനിക്കാണെങ്കിൽ ഒരുപാട് തേങ്ങ ഇഷ്ടം. എനിക്കങ്ങനെ ഉപ്പുമാവിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. പക്ഷേ ഇങ്ങനെ ഇടുന്നത് എനിക്ക് ഇഷ്ടമാട്ടോ. ഈ കളർ ഇങ്ങനെ മാറുമ്പം മറ്റേ സാധാ ഉപ്പുമാവിനേക്കാളും ഇതിൻ്റെ വ്യത്യസ്തതയുണ്ടല്ലോ. അതുകൊണ്ട് ഒരു കളറൊക്കെ ഈ പിങ്ക് കളറാകുമ്പോഴത്തേനും ഒരു രസമാട്ടെ, കാണാനും രസമാണ്, കഴിക്കാനും രസമാണ്. അപ്പോൾ ആ തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ ആ തേങ്ങയും കൂടെ ഒന്ന് വേവുന്ന രീതിയിൽ ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്